ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ കോക്കട്ടയിൽ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ ഈസി റെസിപ്പിക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനേ, കൂടവേ വരുന്ന ബെല്ലേക്ക് കൂടി ഒന്ന് തൊട്ടെടുത്തിട്ട് അതിൽ ഓൾ ഇൻ ഓപ്ഷൻ കൂടി തൊട്ടെടുക്കാൻ മറക്ക് ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളും കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക് എല്ലാം പറയാം. ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നീട്ടി വളർക്കണില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു 3 ക്യാരറ്റ് നല്ലോണം കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഒരു 4 വിസിൽ വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ കർമൂസേനെ പപ്പായ, നല്ല പഴുത്ത പപ്പായ എടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ നല്ലോണം നല്ല രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ ഈ ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മളെ വയറും മനസ്സും ഒക്കെ നിറയും കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ ഈ പപ്പായൊക്കെ ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതി പപ്പായ മാത്രം എടുത്തിട്ടുള്ളൂ, മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു വലിയ പപ്പായന് അതിൻ്റെ നേരെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ക്രഷ് ചെയ്തും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അണ്ണാറ്, ഉറുമാമ്പഴം, അപ്പോൾ അതും ഇതുപോലെ തുണിയൊക്കെ കഴിഞ്ഞിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ഒക്കെ ഒന്ന് നേരാക്കി അതും കൂടി എടുത്ത് വെക്കുകയാണ്. ഇനി നമുക്കൊരു ജാർ എടുക്കാം. അതിലേക്ക് ഐസ് ക്യൂബ് എത്രത്തോളം തണുപ്പ് വേണ്ടി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയും കിട്ടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കർമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, പപ്പായ. അങ്ങനെ നമ്മൾ ഇത് ഐസ് ക്യൂബിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഞാനത് ഒരു 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പകുതിയോളം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നേരത്തെ തന്നെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാല് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം ഒരുപാട് ഒഴിക്കണ്ട, അല്ലെങ്കിൽ അപ്പോഴേ നല്ല അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി മധുരത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ വെണ്ണില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ ജാറിലേക്ക് ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലൊന്ന് അരച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങൾ പീസുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അടിഞ്ഞ് കെടുക്കാതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു തരിപ്പയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ തരിപ്പയിലേക്ക് നല്ല കട്ടിയിൽ വേണം നമുക്ക് ഈ ജ്യൂസ്, ഒരുപാട് കട്ടിയല്ല വെച്ചിട്ട് ഒരു മീഡിയം സൈസിൽ ഒരു കട്ടിയിൽ വേണം നമുക്ക് ഈ ജ്യൂസ് കുടിക്കാൻ കേട്ടോ. അങ്ങനെയാണ് ഈ ഡ്രിങ്ക് നമ്മൾ കുടിക്കാൻ. എന്നിട്ട് അതും കൂടി വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഐസ്ക്രീമൊക്കെ ഇതിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കട്ടി വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ കണ്ടില്ല. എന്നിട്ട് നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. കോൺഫ്ലെക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉറുമാമ്പഴം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ആയിട്ട് സംഭവം സെറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയിൽ നല്ല കുടിക്കാൻ നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അഫ്തർ സ്പെഷ്യൽ നല്ല ജ്യൂസ്, ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. മനസ്സും വയറും ഒരുപോലെ നിറയും കേട്ടോ. നല്ല അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ഈസി റെസിപ്പി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാനേ. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.